നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. വ്യാപാര മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ പുതിയ സർക്കാർ തയ്യാറാകണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ ആവശ്യപ്പെട്ടു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വല്ലപ്പുഴ യൂണിറ്റ് ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബാബു കോട്ടയിൽ. ചെറുകിട വ്യാപാര മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുവാനും യുദ്ധ സാഹചര്യം മൂലമുണ്ടായ വിലക്കയറ്റം നിയന്ത്രിക്കുവാനും പുതിയ സർക്കാർ വ്യാപാരികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വല്ലപ്പുഴ യൂണിറ്റിന്റെ ജനറൽ ബോഡി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്യാസ് വിലക്കയറ്റവും പാചകവാതക വിലക്കയറ്റവും പെട്രോൾ വിലവർധനയും വ്യാപാര മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. പല ഹോട്ടലുകളും ബേക്കറികളും മുഴുവൻ സമയം പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. പുതിയ സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധ ഇതിൽ ഉണ്ടാകണമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഈ വല്ലപ്പുഴയിലെ വ്യാപാരികൾ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് വിളിച്ചു പറയുന്ന ഈ സദസ്സിനെ അഭിമുഖീകരിക്കുക എന്നത് അതാണ് എനിക്ക് ഏറെ സന്തോഷം നൽകുന്നത്. അവിടേക്ക് നാം എത്തിയത് നമ്മുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ ചർച്ച ചെയ്തതുകൊണ്ടാണ്. നമ്മുടെ പോരായ്മകളെ പരിഹരിക്കാൻ തയ്യാറായ ഒരു മനസ്സ് വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് പരസ്പരം ആലിംഗനം ചെയ്യാൻ കാണിക്കുന്ന ആ നല്ല മനസ്സുള്ള ഒരുപാട് നേതാക്കളും അംഗങ്ങളുമാണ് വല്ലപ്പുഴയുടെ കരുത്ത് എന്നതാണ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ യൂണിറ്റിന് സ്വന്തമായ ഒരു ആസ്ഥാനം വേണം. ആ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ആ പദ്ധതിയെ വിശദീകരിക്കാൻ നിങ്ങളൊരു ജനറൽ ബോഡി യോഗം വിളിച്ചു ചേർത്തു. ആ ജനറൽ ബോഡി യോഗത്തിൽ വെച്ച് തന്നെ ആ സ്ഥലം വാങ്ങുന്നതിനാവശ്യമായ മുതൽ മുടക്കിൻ്റെ സിംഹഭാഗം ആ ഒരൊറ്റ യോഗത്തിൽ ഇവിടെ നിന്ന് അംഗങ്ങൾ വളരെ സന്തോഷത്തോടും താല്പര്യത്തോടും കൂടി ഈ യൂണിറ്റിന് വേണ്ടി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് വേറെ എവിടെയും കണ്ടിട്ടില്ല. കേരളത്തിൽ തന്നെ മറ്റേതെങ്കിലും യൂണിറ്റിൽ നടക്കുമോ എന്നെനിക്ക് സംശയമാണ്. അത് സാധ്യമാകുന്നത് നിങ്ങൾ വിശ്വാസം അർപ്പിച്ചേൽപ്പിച്ച ഒരു നേതൃത്വം, നിങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു നേതൃനിര, അതോ ഒരു ടീമാണ്. ഈ ഒരു ടീം വർക്ക്, ഈ ഒരു സംഘടനാപരമായിട്ടുള്ള ആ വലിയ കരുത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ഹമീദ്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ മുസ്തഫ മുളയങ്കാവ്, ഷക്കീർ കുറ്റ്നാട്, ജില്ലാ സെക്രട്ടറി പ്രജിത്ത്, മണ്ഡലം പ്രസിഡന്റ് KP റസാഖ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മൊയ്തു ഹാജി, മണ്ഡല നേതാക്കളായ മുൻവീർ കരിങ്ങനാട്, ഹബീബ്, അബ്ദുൽ ഗഫൂർ, അസ്ലം കൊപ്പം, CK ഉബൈദ്, മുജിബ് ആലിക്കൽ, സലീം പാറക്കൽ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് MPM മുസ്തഫ അധ്യക്ഷനായിരുന്നു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി MPM മുസ്തഫയെയും ജനറൽ സെക്രട്ടറിയായി മുജിബ് ആലിക്കലിനെയും ട്രഷററായി സലീം പാറക്കലിനെയും വർക്കിംഗ് പ്രസിഡന്റായി CK ഉബൈദിനെയും തിരഞ്ഞെടുത്തു. കൂറ്റനാട് സെന്ററിൽ സ്കൂട്ടർ യാത്രികരായ അമ്മയും മകളും ടിപ്പർ ലോറിക്കടിയിൽ അകപ്പെടാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. അധികൃതരുടെ അനാസ്ഥയാണ് അപകടത്തിനിടയാക്കിയതെന്ന് നാട്ടുകാർ. അപകടത്തിന്റെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ CCTV ന്യൂസിന് ലഭിച്ചു. ചൊവ്വാഴ്ച ഉച്ചയോടെ കൂറ്റനാട് സെന്ററിലാണ് നാട്ടുകാരെ നടുക്കിയ അപകടമുണ്ടായത്. മഴയിൽ റോഡിലേക്ക് ഒഴുകിയെത്തിയ മെറ്റലിൽ തെന്നിവീണ് സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന അമ്മയും മകളും മറിഞ്ഞു വീഴുകയായിരുന്നു. അപകട സമയത്ത് ഇതുവഴി വന്ന ടിപ്പർ ലോറിക്കടിയിൽപ്പെടാതെ ഇരുവരും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. കൂറ്റനാട് സെന്ററിൽ ചൊവ്വാഴ്ച നടന്ന അപകടത്തിന്റെ നടുക്കം നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ CCTV ന്യൂസിന് ലഭിച്ചു. വാട്ടർ അതോറിറ്റിയുടെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും അനാസ്ഥയാണ് അപകടത്തിനിടയാക്കിയത് എന്നാണ് നാട്ടുകാരുടെ ആരോപണം. കൂറ്റനാട് ടൗൺ നവീകരണവുമായി ബന്ധപ്പെട്ട് പൈപ്പ് ലൈനുകൾ മാറ്റി സ്ഥാപിക്കാനെടുത്ത കുഴികളിൽ മെറ്റലും കരിങ്കല്ലും നിറച്ചിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ ടൗണിലെ റോഡിൽ പരക്കുകയായിരുന്നു. ഈ മെറ്റലിൽ തെന്നി സ്കൂട്ടർ റോഡിലേക്ക് മറിഞ്ഞു വീണു. മെറ്റലുകൾ നീക്കം ചെയ്യാനും അപകട സാധ്യത ചൂണ്ടിക്കാട്ടിയും നാട്ടുകാർ പലതവണ അധികൃതരെ അറിയിച്ചിട്ടും നടപടികൾ സ്വീകരിച്ചില്ലെന്ന് പറയുന്നു. അധികൃതരുടെ അനാസ്ഥയിൽ ജനരോഷം ശക്തമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മുഹമ്മദ് മോഹസിൻ വിളയൂർ, തിരുവേഗപ്പുറ പഞ്ചായത്തുകളിലെ വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്താനായി പര്യടനം നടത്തി. പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ മോഹസിന് സ്വീകരണവും നൽകി. പട്ടാമ്പി നിയോജകമണ്ഡലത്തിൽ ഹാട്രിക് വിജയം നേടിയ മുഹമ്മദ് മോഹസിൻ
മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പര്യടനം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം വിളിയൂർ, തിരുവേഗപ്പുറ പഞ്ചായത്തുകളിലായിരുന്നു പര്യടനം. വിളിയൂർ പഞ്ചായത്തിലെ അമ്പാടിക്കുന്നുമായിരുന്നു പര്യടനം ആരംഭിച്ചത്. വിവിധ കേന്ദ്രങ്ങളിൽ മോശന സ്വീകരണവും ഒരുക്കിയിരുന്നു. സ്വീകരണ കേന്ദ്രങ്ങളിൽ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞാണ് മുഹമ്മദ് മൂസിന്റെ പര്യടനം തുടർന്നത്. തിരുവേഗപ്പുറ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിലും സ്വീകരണം ഒരുക്കി. LDF നേതാക്കളും മുഹമ്മദ് മൂസിനൊപ്പം ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ കുത്തൊഴുക്കുണ്ടായപ്പോഴും അതിലൊന്നും പെടാതെ സംരക്ഷിച്ചു നിർത്തി വമ്പിച്ച ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ച നിങ്ങൾ ഓരോരുത്തരോടും ആത്മാർത്ഥമായി ഹൃദയത്തിൽ തട്ടി നന്ദി അറിയിക്കുകയാണ്. രാപ്പകലില്ലാതെ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളോടും ആത്മാർത്ഥമായി നന്ദി അറിയിക്കുന്നു. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്ത മുഴുവൻ വോട്ടർമാരോടും ഹൃദയത്തിൽ തട്ടി നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയ്ക്ക് ആത്മാർത്ഥമായി നിങ്ങളുടെ ശബ്ദമായി നിയമസഭയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നാടിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ആത്മാർത്ഥമായും സത്യസന്ധമായും മുന്നിൽ നിൽക്കുമെന്നും ഉറപ്പ് നൽകിക്കൊണ്ട് നമുക്കൊരുമിച്ച് ഇനിയും നടന്നു നീങ്ങാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൽ തട്ടി ആത്മാർത്ഥമായി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC പരീക്ഷയിൽ 98.77% വിജയം നേടി അഭിമാന നേട്ടം കൈവരിച്ചു. പരീക്ഷ എഴുതിയ 408 വിദ്യാർത്ഥികളിൽ 403 പേരും വിജയിച്ചു. 5 പേർ ഒരു വിഷയത്തിൽ പരാജയപ്പെട്ടു. എല്ലാ വിഷയങ്ങളിലും A+ നേടിയ 16 വിദ്യാർത്ഥികൾ സ്കൂളിന്റെ വിജയത്തിന് മാറ്റുകൂട്ടി. തൃത്താല മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കിരുത്തിയ സ്കൂളുകളിൽ 2ാം സ്ഥാനമാണ് ഈ സർക്കാർ വിദ്യാലയത്തിന്റേത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള സാധാരണക്കാരായ കുടുംബങ്ങളിലെ കുട്ടികൾ പഠിക്കുന്ന ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പഠന പാഠ്യേതര രംഗങ്ങളിലും കലാകായിക മേഖലകളിലും ജില്ലാ, സംസ്ഥാന, ദേശീയ തലത്തിൽ ശ്രദ്ധേയമായ മുന്നേറ്റം കൈവരിച്ചിട്ടുണ്ട്. വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകർ, PTA ഭാരവാഹികൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവരെല്ലാം സ്കൂൾ പ്രധാനാധ്യാപിക അഭിനന്ദനം അറിയിച്ചു. അധ്യാപകരുടെയും PTA-കളുടെയൊക്കെ നല്ല പൂർണ്ണ സഹകരണവും പരിശ്രമവും ഒക്കെ നമ്മുടെ വിജയത്തിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. ക്ലാസ്സുകളെല്ലാം ഒഴിവു ദിവസങ്ങളിലും വിജയശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ടും എല്ലാം ക്ലാസ്സുകളെല്ലാം കോച്ചിങ് ക്ലാസ്സുകളും വിജയശ്രീ ക്ലാസ്സുകളൊക്കെ വളരെ ഭംഗിയായി എല്ലാവരും കൈകാര്യം ചെയ്തു. എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്കും PTA ഭാരവാഹികളും എല്ലാവരോടും പ്രത്യേക അഭിനന്ദനം അറിയിച്ചു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന വിളയൂർ പഞ്ചായത്തിലെ അങ്കണവാടി ജീവനക്കാർക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിളയൂർ പഞ്ചായത്തിലെ വിവിധ അംഗനവാടികളിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാർക്കാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മുബഷിറ സബീർ അധ്യക്ഷയായിരുന്നു. സ്ഥിരസമിതി അധ്യക്ഷൻ അമീർ, ഷഫിന ഷഫീഖ്, ഹസീന മുസഫ, T നാസർ, റംന തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ചാലിശ്ശേരി പെരുമണ്ണൂർ യുവധാര ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 13ാമത് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന ടൂർണമെന്റ് ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് വിഷ്ണു അധ്യക്ഷനായി. അജയൻ ചാലിശ്ശേരി മുഖ്യാതിഥിയായി. വിജയികൾക്ക് പെരുമ്പിലാവ് വിദ്യ റെസിഡൻസി സ്പോൺസർ ചെയ്യുന്ന വിന്നേഴ്സ് പ്രൈസ് മണിയും പെരുമണ്ണൂർ പ്രവാസി കൂട്ടായ്മ നൽകുന്ന ശിവൻ മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിയും സമ്മാനിക്കും. റണ്ണേഴ്സ് അപ്പാകുന്ന ടീമിന് ചാലിശ്ശേരി സലിം സോമിൽ നൽകുന്ന റണ്ണേഴ്സ് ഗ്രാൻഡ് മണിയും ബാലേട്ടൻ പെരുമണ്ണൂർ റണ്ണേഴ്സ് ട്രോഫിയും ലഭിക്കും. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള കരുത്തരായ 8 പ്രമുഖ ടീമുകളാണ് ഇത്തവണ കിരീടത്തിനായി മാറ്റുരയ്ക്കുന്നത്. ഞായറാഴ്ച നടന്ന ഉദ്ഘാടന മത്സരത്തിൽ ORPC കേച്ചേരിയും പ്രണവം പെരുമണ്ണൂരും ഏറ്റുമുട്ടി. ആവേശകരമായ മത്സരത്തിൽ എതിരാളികളെ 2 ഗോളിന് പരാജയപ്പെടുത്തി ORPC കേച്ചേരി വിജയികളായി. തിങ്കളാഴ്ച നടന്ന മത്സരത്തിൽ കൈരളി ചാലിശ്ശേരിയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി GCC ചാലിശ്ശേരി വിജയിച്ചു. ബുധനാഴ്ച വൈകിട്ട് നടക്കുന്ന മത്സരത്തിൽ റെഡ് സ്റ്റാർ കൊടിക്കാക്കുന്നും സൂര്യ ഉദിനിപ്പറമ്പും തമ്മിൽ ഏറ്റുമുട്ടും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാലിശ്ശേരി യൂണിറ്റ് നിർമ്മിച്ച പുതിയ വ്യാപാര ഭവൻ ഉദ്ഘാടനം ചെയ്തു. മെയിൻ റോഡ് സെന്ററിൽ നിന്ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ വിശിഷ്ടാതിഥികളെ വ്യാപാര ഭവനിലേക്ക് സ്വീകരിച്ചു. തുടർന്ന് രക്ഷാധികാരി ഇബ്രാഹിംകുട്ടി പതാക ഉയർത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിലും തൃത്താല മണ്ഡലം പ്രസിഡന്റ് KR ബാലനും ചേർന്ന് ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ഏകദേശം 30 ലക്ഷം രൂപ ചെലവിൽ 1200 ചതുരശ്ര അടി വിസ്തീർണത്തിൽ ശീതീകരിച്ച ഹാളോടുകൂടിയ ആധുനിക സൗകര്യങ്ങളോടെയാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. തുടർന്ന് നടന്ന പൊതുസമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. സ്വന്തമായി ഒരു വീടുണ്ടാവുക എന്നത് അവന്റെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായിട്ടുള്ള, മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു മുഹൂർത്തമാണ്. ഇന്ന് ചാലിശ്ശേരിയിലെ അംഗങ്ങളെ സംബന്ധിച്ച്
സ്വന്തമായി ഞങ്ങളുടേതെന്ന് പറയാൻ കഴിയുന്ന ഒരു കെട്ടിടത്തിൽ ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നു എന്നതാണ് ഈ ചടങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. യൂണിറ്റ് പ്രസിഡന്റ് MM അഹമ്മദുണ്ണി അധ്യക്ഷത വഹിച്ചു. സംഘടനയുടെ ആദ്യകാല ഭാരവാഹികളായ ഇബ്രാഹിംകുട്ടി, AM നിസിർ, VK രാജൻ, PI ഷെബീർ എന്നിവരെ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് TP ഷക്കീർ, തൃത്താല മണ്ഡലം പ്രസിഡന്റ് KR ബാലൻ, ചാലിശ്ശേരി യൂണിറ്റ് ജനറൽ സെക്രട്ടറി PI ഷെബീർ, ട്രഷറർ ബിനോയ് ഡേവിഡ്, വാർഡ് മെമ്പർ PK സിജി, വ്യാപാരി നേതാക്കൾ, രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖർ, വ്യാപാരി കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. സാങ്കേതിക വിദ്യയുടെ പുതുവഴികൾ തുറന്ന് ചാലിശ്ശേരിയിൽ ലിറ്റിൽ കൈറ്റ്സ് അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലിറ്റിൽ കൈറ്റ്സ് അവധിക്കാല ക്യാമ്പ് പ്രധാനാധ്യാപിക ചിത്ര ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റൽ സാങ്കേതിക രംഗത്ത് കൂടുതൽ അറിവ് നേടാനും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉത്തരവാദിത്വത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നേറാനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്നതായിരുന്നു ക്യാമ്പിന്റെ ലക്ഷ്യം. ചടങ്ങിൽ എന്റെ സ്കൂൾ എന്റെ അഭിമാനം റീൽസ് മത്സരത്തിലെ സമ്മാനത്തുക വിനിയോഗിച്ച് വാങ്ങിയ പോർട്ടബിൾ സ്പീക്കറിന്റെ ഉദ്ഘാടനം ഡെപ്യൂട്ടി HM സുഭദ്ര ടീച്ചർ നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്ക് റീൽസ് നിർമ്മാണം, ഫോട്ടോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയ മേഖലകളിൽ പരിശീലനം നൽകി. വട്ടേനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ് മെന്ററും അധ്യാപികയുമായ KM ശ്രീധന്യ പരിശീലനത്തിന് നേതൃത്വം നൽകി. ലിറ്റിൽ കൈറ്റ് മെന്റർ സന്തോഷ് ബാലകൃഷ്ണൻ സ്വാഗതവും സ്മിത ടീച്ചർ നന്ദിയും പറഞ്ഞു. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.